ഇന്ന് ക്ലേ വെച്ചിട്ട് ഒരു ക്ലേ പോട്ട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശം മീൻസ് നമ്മുടെ പശുവിൻ്റെ ആകൃതിയിൽ വരുന്ന ഒരു ക്ലേ പോട്ടാണ്. അപ്പോൾ എന്തൊക്കെ ആയി വരാന്നുള്ളത് കണ്ട് തന്നെ അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ റൗണ്ടായിട്ട് വന്നിട്ട് രണ്ട് ചെവിയും രണ്ട് കൊമ്പും നാല് കാലൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ സിമ്പിളായിട്ട് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കഴിഞ്ഞു. പക്ഷേ ഇതിൽ കുറച്ച് നേരം ഇരുന്ന സ്റ്റെപ്പാണ് ആ ചെവി ഉണ്ടാക്കൽ കേട്ടോ. കൊമ്പും വായൊക്കെ നമുക്ക് എളുപ്പം ഫിറ്റ് ചെയ്ത് തരാം. ആ ഒരു ആകൃതിക്കൊന്നും വലിയ പണിയൊന്നുമില്ല. പക്ഷേ ആ ചെവി ഉണ്ടല്ലോ, ആദ്യം ഒരു ചെവി വെക്കും, എന്നിട്ട് മറ്റേ ചെവി വെക്കും. അപ്പം നോക്കുമ്പോൾ ഈ ചെവി കുറച്ച് വലിപ്പം കൂടുതലേക്കാരം. പിന്നെ മറ്റേൻ്റെ എടുത്തിട്ട് കുറച്ച് കഷ്ണം മുറിക്കും. പിന്നെ ഇതിനടുപ്പ് അങ്ങനെ എത്ര നേരം ഞാൻ ഈ ചെവിമേൽ ഇരുന്നപ്പോഴെന്ന് അറിയോ. എന്നിട്ട് അതിട്ട് പെർഫെക്റ്റ് ആയി കിട്ടിയോ അതായിട്ടില്ലേനും. ഈ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇടങ്ങേറാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ലെവലാണ് ഈ ക്ലേയിൽ ഇങ്ങനെ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉരുസി കളിക്കാൻ. കുറേ നേരം അങ്ങനെ ഇരുന്ന് കളിച്ചു വിടും. നമ്മൾ ടെൻഷനൊക്കെ മാറിയിട്ട് ഒരു റിഫ്രഷിങ് മൈൻഡ് ആവും എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ ഒരുപാട് ടെൻഷനുള്ള സമയങ്ങളിലുണ്ടോ ഈ ക്ലേ വെച്ചുള്ള പരിപാടികളൊക്കെ തുടങ്ങൽ. ഇതൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കൊരു മനസ്സിന് തന്നെ ഭയങ്കര റിലാക്സിങ് തോന്നും കേട്ടോ. ഇനി എനിക്ക് മാത്രം തോന്നുകയാണ്, എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യമുണ്ട് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലേ വെച്ച് വർക്ക് ചെയ്യാൻ. പക്ഷെ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് കണ്ട വീഡിയോസ് വെച്ച് തുടങ്ങിയതാണ് ഈ ഒരു പരിപാടി. പക്ഷെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ തിരക്കേടില്ല എന്നൊക്കെ തോന്നുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ ചില വീഡിയോസിന് കുറച്ച് വ്യൂസൊക്കെ കിട്ടുമ്പോൾ അത് അതിക്കേറെ സന്തോഷമാണ് കേട്ടോ. പക്ഷെ ആരും കമൻറ്റ് ചെയ്യണമൊന്നുമില്ല എൻ്റെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒന്നുകൂടി നന്നായിരുന്നു. നമുക്കൊന്നുകൂടി ബെറ്ററൊക്കെ ആക്കാമായിരുന്നു. പിന്നെ എനിക്ക് ഇതിലൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റിലൊക്കെ പറയാം. എനിക്ക് കഴിയുകയാണെങ്കിൽ ട്രൈ ചെയ്താൽ. പിന്നെ അതുപോലെ ദേവിക എന്ന് പറഞ്ഞൊരു കുട്ടി എപ്പോഴും പേര് പറയാൻ പറയുന്നുണ്ട്. പിന്നെ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട്, ദേവിക ഹായ്. ഇനി ആ കുട്ടി ഇന്നലെ ആ വീഡിയോ കണ്ടിട്ടില്ലെന്ന് അറിയില്ല, ഇന്നലെ കമൻറ്റായിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ആ കുട്ടിനോടാണ് ഈ പറഞ്ഞത്. പിന്നെ എന്തായാലും കൊമ്പും ചെവിയും ഒക്കെ വെച്ച് ഇനിയൊരു വാലിൻ്റെ ഒരു കുറവ് അതായിട്ട് ഓർക്കണ്ട. പശുവല്ലേ, പശു കൊമ്പ് കുലുക്കും പശുവമ്മ വാലിട്ടാട്ട് പശുവമ്മ എന്ന് പണ്ടൊരു പാട്ട് പഠിച്ച ഓർമ്മയുണ്ട്. അപ്പോൾ വാലൊക്കെ ഒരു നാട്ടിക്കോട്ടെ. പക്ഷെ വാല് വെച്ചപ്പോൾ ഒരു പന്നിക്കുട്ടിയുടെ ഫീലൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും വല്ല ഏകദേശമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഒരു പേഴ്സണൽ തിങ്. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നത് അത് കമൻറ്റിൽ അറിയിക്കട്ടോ. അപ്പം ശരി, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ ബൈ.